ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊന്നുമല്ല, നമ്മളെ തറവാട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിരുന്ന് കുറച്ച് ആൾക്കാരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്ന് വിളിച്ചിട്ട് ഒരു സൽക്കാരം, ഒരു വിരുന്നൊരുക്കലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മളെ തറവാട് എന്ന് പറയുന്നത് ഇതാക്കണം, ഇവിടെ തന്നെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. ഇതാ കാണില്ലേ, അവിടെ തന്നെയാണ് വീട്. അപ്പോൾ ഞാൻ ഇങ്ങളും കൂടിയാണ് അത് കണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഫാമിലിയിലെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ പോയി വെക്കാം കേട്ടോ. നമ്മളെ അമ്മായിൻ്റെ അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് കണ്ടാൽ ഒരുപോലെയൊക്കെ തോന്നും കേട്ടോ. മഞ്ഞ കല്യാണത്തിന് പൂജിക്കുന്നുണ്ട്. ചിന്നെ സദ്യയില് ചോറിനാണ്, അതില് രസം വേണോ പറഞ്ഞു വരുമല്ലോ. അങ്ങനെ രസം കയ്യിൽ നീട്ടി, കയ്യിൽ നമ്മള് രസം വാങ്ങി, ഇതിൽ കുറച്ച് കുടിച്ചും ചെയ്ത് കുറച്ച് തലേക്ക് ചിന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നാ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചിക്കൻ. അപ്പൊ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. പറഞ്ഞാ മതി, ബീട്രൂട്ട് നല്ലോണം പേസ്റ്റ് മാതിരി അരച്ചു. ഈത്തപ്പഴം വല്ലാതെ അരച്ചില്ല, ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു, ശർക്കരപ്പാവ് ഒഴിച്ചു. ഉപ്പും ശർക്കര അതെ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ ഈ വീഡിയോ ഒക്കെ ഇട്ടുക. ചേച്ചി അറിയണേ, എനിക്ക് മടിയാണ് അതിലൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കും. നിങ്ങളെന്താകുമ്പോ ഇല്ല, ഞാൻ പറ്റൂല. അപ്പൊ നമ്മളെ അച്ചാർക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ നമ്മളെ കൂടെ നോക്കില്ല ചേച്ചിയെ, ഇതേപോലെ തോന്നൂലേ? വേണ്ടത്ര സെറ്റായോ? ഇത് ഉണക്കമുന്തിരി വറുത്തിടണം. കടുക് പൊട്ടിക്കണ്ടേ? കടുകും ഉണക്കമുന്തിരി ഒക്കെ കൂടി വറുത്തിട്ട് മരപ്പലക, പച്ചക്കറി അരിയണ മരപ്പലക നല്ല ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്, ഒരു മാങ്ങ ഷേപ്പിൽ. അപ്പം അച്ചാറിലേക്കുള്ള വറവാണ് കേട്ടോ ഇനി തയ്യാറാക്കാൻ പോണത്. ഇത് ഇളഞ്ഞിട്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളെ അച്ചാറിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടുകാർ കൂടിയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 8 കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വലിയൊരു ചെമ്പന്നെ നമ്മളെ മുറ്റത്ത് കല്ലൊക്കെ ഇട്ടിട്ട് ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള ചോറ് ഉണ്ടാക്കാനുള്ള ചെമ്പാണ് കേട്ടോ അപ്പോൾ അവിടെ അടുപ്പത്ത് കണ്ടത്. പിന്നെ ഒരു സൈഡിൽ ഇതാക്കുന്നു നമ്മൾ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഡെക്കറേഷനുള്ള ഐറ്റംസ് കേട്ടോ, കറിവേപ്പിലൊക്കെ നല്ലോണം എണ്ണയിൽ വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ ആ ചെമ്പിൽ തന്നെ ഇവിടെ നമ്മൾ സവാള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ
കുറച്ചധികം തന്നെ ഉണ്ട്. 8 കിലോ ബിരിയാണി വയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത് നമ്മളെ ബിരിയാണീൻ്റെക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ വറുത്തെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാക്കണം നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്നിട്ട് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മളെ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ എന്ത് പരിപാടി ഉണ്ടാകുന്നുണ്ടെങ്കിലും എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ സാധിക്കാറില്ല കേട്ടോ. എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് അങ്ങനെ നടക്കലാണ്. പക്ഷേ ഇന്ന് ഞാൻ സഹായിച്ചു കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് നമ്മളെ ഗീത ചേച്ചി ഒപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ ഗീത ചേച്ചിക്ക് വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, എടി നമുക്ക് എപ്പോഴും കണ്ടുകൂടെ, ഒന്ന് എടുത്തളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ തയ്യാറായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ വിട്ടിട്ടുണ്ടാവും. കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനേലേറെ എല്ലാവരും ഇങ്ങനെ കാണാനും അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നതും വർത്തമാനം പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുകൂടലിൻ്റെ ഒരു ദിവസം കൊണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം വേറെ ഉണ്ട്. അപ്പോൾ അതാ നമ്മളെ മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണോ എനിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി മറ്റേ ബിരിയാണി മസാല ഇട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ പറയാത്തൊരു സംഭവം അതിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മൂക്കുന്നൊന്നും പറ്റില്ല. ഒറ്റിക്കോട്ടെ ഡാളുടെയാണ്. എന്റെ കണ്ണൊന്നും മൂക്കുന്നൊന്നും പറ്റൂല. വെള്ളം തിളയ്ക്കാൻ പാടില്ല. വെള്ളം അരി കിട്ടും. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അതിൻ്റെ മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ. അതാ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പെരിഞ്ചീരകം കോൺഫ്ലവർ എടുത്തിരുന്ന വെളുത്തുള്ളിയും കൂടിയും അരച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കളർ ഇതിൽ ചേർക്കണില്ല. പിന്നെ അതാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂത്ത കോഴിയായിരുന്നോ? മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എനിക്ക് തരുവാ. കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. കളർ മാറ്റുണ്ടോ കോൺഫ്ലവറിന്? പ്യൂർ വെള്ളം അത് അതിലേക്ക് ഇട്ടിട്ട് നിന്നെ സജീന്റെ കുട്ടി വരട്ടെ കടിപ്പിക്കും ചെവിയുമെന്ന് നോക്കോ. ഞാൻ പിന്നെ അതാ നമ്മളെ കോൺഫ്ലവറൊക്കെ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ച് കുഴച്ച് കുഴമ്പിയിട്ട് വെക്കുക കേട്ടോ.
പിന്നെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി കുറച്ച് എരിവ് കുറച്ച് കൂടി വേണം തോന്നി, അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെന്താ ഒരു സാധനം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഇട്ടതിന് ശേഷമാണ് ഞാൻ ക്യാമറയും കൊണ്ട് ഓടിയപ്പോഴേക്കിന് പോലെ അരിടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അരിയുടെ ഒപ്പം തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടോ, വേറി കഴിഞ്ഞാൽ ആകെ കൊളാവും. അപ്പോൾ അരിൻ്റെ അടുത്ത് തന്നെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, വെന്താ നോക്കാൻ വേണ്ടിയിട്ട്. ഇതാക്കണപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഒക്കെ ഒന്നുകൊണ്ട് ഊറ്റി ഒരു ഓട്ടക്കൊട്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ മസാല മസാല അടിയിൽ വെച്ചിട്ട് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യണമല്ലോ, ദമ്മിടണമല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ഒരു ചെമ്പിൽ കൊള്ളൂല്ലോ, അപ്പോൾ 2 ചെമ്പിലായിട്ടാണ് പിന്നെ വെക്കുന്നത്. പിന്നെ നമ്മൾ വിറകടുപ്പിൽ വെക്കുന്ന ബിരിയാണിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കണലിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. കണൽ മുകളിൽ നിർബന്ധമാണ്. അപ്പോൾ 2 ചെമ്പിലായിട്ട് മസാല വെച്ചിട്ടുണ്ട്. ഇനി ചോറൊക്കെ 2ലും ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓണാണല്ലോ അല്ലേ? ഒരു പ്ലേറ്റോട് ഇങ്ങനെ ആക്കി കൊടുക്കടി. കൈമ ചവിട്ടല്ലേ രാമന്ത്രേട്ടാ, സുനിയെ അപ്പൊ ഈ ചിക്കൻ വേസ്റ്റ് ആവൂലേ? ചെരുപ്പില്ല അവിടെ അല്ലേ? എന്നാ ചെരുപ്പ്, എന്നാ ചെരുപ്പ് ഇട്ടോ. ഇത് നെയ്യോ മറ്റേ മസാലപ്പൊടി ഉണ്ടാവും ഇവിടെ. മിക്സിയുടെ ജാറില് കുത്തിക്കളാം ചേച്ചി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ലതേൻ്റെ കാര്യമല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പൊടി അതില് കൊണ്ടില്ല. അപ്പൊ ഞങ്ങള് വേറെ ഇട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് കേട്ടോ. 2 അങ്ങനെ കാട്ടുമ്പോ എത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കാട്ടുന്നു വിചാരിക്കും. മാമ വെറുതെ അറിയാ. വണ്ടിയിട്ട് വരാം. അപ്പം നിങ്ങളെങ്ങനെയാണ് നാരായണത്തിന് അതിൽ മറ്റേ വണ്ടിക്കാർ എന്നാലല്ലേ കൊടുത്ത കൂട്ടം ഉള്ളതൊക്കെ നല്ല ഇതിൻ്റെ അടപ്പോ അതാണ് ഞങ്ങൾ ബാക്കിൽ അവിടെ അതാക്കുന്നു. അങ്ങനെ ബിരിയാണി ഇതാക്കണം ഇവിടെ ദമ്മിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാല പരത്തിയിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതാക്കണോ അതൊക്കെ വറുത്ത് പോരുകയാണ് ഇനി അടുത്ത പണി കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നമ്മളെ കസ്റ്റാർഡ് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ട് വല്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കൊണ്ട മുന്തിരി കൊടുക്കണേ. നോക്കട്ടെ ചെറി. അപ്പോൾ ഇതാണ് ഞങ്ങളെ താരട്ടെ. ഈ പുള്ളി മാക്സി നമ്മളെ ഗീത ചേച്ചിയാണ്. ഗീത ചേച്ചിക്ക് ഒരു ചാനൽ കിട്ടോ. ഇതായി കന്നഡ വെച്ചതാണ് നമ്മളെ ഗീത ചേച്ചി. അപ്പോൾ ഈ പുള്ളി മാക്സിയാണ് കേട്ടോ ഞങ്ങളെ ഗീത ചേച്ചി, ലത ചേച്ചി ആയിട്ട് 2 ട്വിൻസാണ്.
കള്ളക്കളിയാണ്. യൂട്യൂബിൽ എടുക്കണ്ടേ, അപ്പൊ അത് നേരെ ആവണ്ടേ. മതി 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 മതി. ഷുഗറാണ് നമ്മളെ. കുറച്ചിട്ടാ പോരെ, നോക്കി ഇതിലൊരു സ്പൂൺ ഇട്ടാ പോരെ. പച്ചമുളകല്ല കുരുമുളകല്ല. ഒറ്റ ഒന്നിനെ വീഡിയോ എടുക്കാൻ വിളിച്ചാ കിട്ടൂലാണ്. അയ്യോ ഫേമസ് ഡാൻസർ ഇല്ലേ നമ്മളെ പിള്ളേര്. അപ്പോൾ ഞാനും തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാണ്ട് ഇനി വിരുന്ന് പോവുകയാണ് കേട്ടോ. അത്ര നേരം അവിടെ ആയിരുന്നു, പക്ഷേ വൈകുന്നേരം വിരുന്നേരമൊക്കെ വരുമ്പോഴേക്കും ഒന്ന് റെഡി ആയി പോയതാണ് കേട്ടോ. അപ്പോൾ അതാക്കണോ നമ്മളെ വീട്ടിലുള്ള ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നവരൊക്കെ ഇതാക്കണോ ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ സമയത്തേക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പടിയായിട്ട്. നമ്മൾ അറിയാത്ത ആൾക്കാർ അറിയണവരാണ്, പക്ഷേ എന്നാലും നമ്മൾ വീട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തും പറഞ്ഞ് നടക്കണം. അതിലൊന്നും എനിക്ക് ഒരു മടിയില്ല. പക്ഷേ എനിക്ക് ഇതുപോലെ വല്ല പ്രോഗ്രാമിനും പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ അല്ലെങ്കിൽ ക്യാമറ പിടിച്ച് നടക്കുന്നതിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ആർക്കെങ്കിലൊക്കെ അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. ഈ സമയത്ത് ഒന്ന് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഗീത ചേച്ചീൻ്റെ കയ്യിലാണ് തോന്നുന്നു കേട്ടോ ക്യാമറ. അപ്പോൾ ആളെടുക്കണതാണ്. അപ്പോൾ അതാ പുതിയതായിട്ട് കല്യാണം കഴിച്ചപ്പോൾ മഞ്ഞ ചുരിദാർ കണ്ടല്ലോ, അതൊരു പുതിയ പെണ്ണാണ്. പിന്നെ അതാ ഈ വെള്ള ചുരിദാർ ഒരു പുതിയ പെണ്ണാണ്. പിന്നെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കഴിക്കാനായിട്ടില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ അമ്മൂൻ്റെ ഫ്രണ്ട് ഇതാക്കണു ചിക്കുവാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുട്ടീനെ അവൾ സെറ്റാക്കും. അപ്പോൾ അതാക്കണു ഇന്ന് ചിക്കുവാണ് അമ്മൂൻ്റെ ഇര. അപ്പോൾ അവളെ മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കണു കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഒരു പുതിയ എണ്ണ എന്ന് പറഞ്ഞതാണ് കേട്ടോ, നമ്മളെ വെള്ള ചുരിദാർ അമ്മാവൻ്റെ മരുമകളാണ്. അപ്പോൾ നാറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ നാറ്റിക്കലാണല്ലോ നമ്മളെ മലയാളികളെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് കിടക്കട്ടെ വലിയ വീഡിയോ. അങ്ങനെ വീണ്ടും ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോകട്ടെ. അപ്പോൾ നേരത്തെ പുള്ളി മാക്സി തട്ടപ്പോൾ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാനും ചോറിനാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മായിമാരുണ്ട്, പിന്നെ മേമേൻ്റെ മക്കളുണ്ട്, എല്ലാവരും കൂടെ ഞാനും അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിരുന്നും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇനി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. എല്ലാവരും പോയിട്ടോ. എല്ലാവരും പോയതിന് ശേഷം പിന്നെ അല്ലേ ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ഒരു 10-11 മണിയായിരുന്നു കേട്ടോ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.